പേടിക്കാന് മാത്രം ഒന്നുമില്ലടി. അതൊക്കെ പോട്ടെ. അല്ല, കവിന്റെ അച്ഛനെവിടെ? ഇപ്പഴാ പോയത്. കുറച്ചു മുമ്പേ പോയി. ഇപ്പൊ പോയതേ ഉള്ളൂന്ന് ശിവ പറയുന്നു. അപ്പോഴേ പോയെന്ന് അമ്മ പറയുന്നു. ഇത് രണ്ടിലിപ്പോ ഏതാ സത്യം? അയ്യോ, അപ്പോഴേ പോണോന്ന് പറഞ്ഞ ആള് ദേ ഇപ്പഴാ പോയെന്ന് പറയാൻ വേണ്ടി വന്നതാ ഞാൻ. അല്ല ശിവ? അതെ അമ്മേ. എന്തൊക്കെയായി പറയുന്നത്? ശരി, ഇപ്പൊ പോയതേ ഉള്ളൂവെങ്കിൽ പുറത്തുണ്ടോന്നൊന്ന് നോക്കിയിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് വരാം. വിജി. അയ്യോ, അങ്ങേരുടെ സ്പീഡിന് ഈ സമയത്ത് അയാള് വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ടോ? ഇത്ര ഹെൽപ്പ് ചെയ്തതല്ലേ, ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം വിജി. നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ? ശരി, ഓക്കെ. കവിന്റെ അച്ഛനെ ഒന്ന് ഫോണിൽ വിളിച്ചു തന്നെ. അമ്മയുടെ അടുത്ത് അയാളുടെ നമ്പർ ഉണ്ടല്ലോ, ഫോണിലൂടെ എങ്കിലും ഞാനൊരു താങ്ക്സ് പറയട്ടെ. ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്തതല്ലേ. ഞാനൊന്നും നേരിലെ കണ്ടിട്ട് പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും ഞാനൊരു താങ്ക്സ് പറഞ്ഞേക്കാം. അയ്യോ, ഫോണില് സംസാരിക്കുമ്പോ ശബ്ദം മനസ്സിലാക്കി ഇത് വിജിയാണെന്ന് അയാൾക്ക് മനസ്സിലായാലോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? അമ്മയുടെ ഫോണ് ചോദിച്ചത്. കവിന്റെ അച്ഛന് ഒന്ന് ഫോൺ വിളിച്ചതാ. പുള്ളിയുടെ നമ്പർ എന്റെ ഇല്ലാത്തോണ്ടല്ലേ. എന്താ വിജി, ഒരു മനുഷ്യന് ഇത്രയും ഉപകാരം ചെയ്തതല്ലേ, നന്ദി ഇങ്ങനെ ഫോണിലാണോ പറയണത്? ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് പോയോ അല്ലെങ്കിൽ അയാളെ നമ്മുടെ വീട്ടിലേക്ക് വരുത്തിയോ നേരിട്ട് പറയണതല്ലേ ശരി. അതാ അതിന്റെ മര്യാദയും നാട്ടു നടപ്പും. ഇതാണോ നിങ്ങളുടെ മോള്? ഇത് തന്നെയാ മോള്. അവിടെ വെളിയിൽ ഒരാൾ നിന്നിട്ടില്ലായിരുന്നോ? അത് കവിന്റെ അച്ഛൻ. ഇത് നിലയുടെ അമ്മ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഡിസ്ചാർജ് ആകാം. മാഡം, ബില്ല്. ശരി അമ്മ, ഞാൻ ഈ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വരാം. അമ്മ റെഡി ആയിട്ടിരിക്കട്ടോ. ശരി ശിവ, നീ അമ്മയുടെ കൂടെ തന്നെ നിൽക്കും. ഹെൽപ്പ് ചെയ്യണേ. നെല്ലിക്കുട്ടി വാ. എന്റെ ഈശ്വര. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ ഒരു മരുന്നും തന്നിട്ടില്ല. എല്ലാം ഡ്രാമയാ. അതിന് പിന്നെ എന്തിനാ ബില്ല്? ഈ ഡ്രാമയിൽ ഞാനും അഭിനയിച്ചതല്ലേ. അത് ശരി. അതിനുള്ള ബില്ലാ തന്നത്. എടാ, അയാള് നമുക്കിട്ട് പണിഞ്ഞെന്നുറപ്പാ. ഒരു 5000 പോയിട്ടുണ്ടാവും. അമ്മേ, ഞാൻ അമ്മയുടെ കെഞ്ചി ചോദിക്കാം, എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത ഈ നാടകമൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കവിന്റെ അച്ഛനും വിജി ചേച്ചിയും തമ്മിൽ എന്താ കാണാൻ പാടില്ല എന്ന് പറയുന്നത്? നമ്മള് ഹോസ്പിറ്റലിലേക്ക് കാറിൽ വരുന്ന വഴിക്ക് ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മ പേടിക്കുന്നു, വിറയ്ക്കുന്നു, എന്തൊക്കെയോ പിറുപിറുക്കുന്നു. സാധാരണ അമ്മ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അതിന്റെയൊക്കെ കാര്യം എന്താ? എന്താണെങ്കിലും തുറന്നു പറയാമേ. കഥ അറിയാതെ ഞാനിപ്പോ ആട്ടം കണ്ടോണ്ടിരിക്കുക. എന്തിനാ അമ്മ ഇതിനൊക്കെ എന്നെയും കൂടെ പെടുത്തുന്നത്? ശിവ, കവിന്റെ അച്ഛൻ വിക്രം വേറെ ആരുമല്ലടാ. അവനാ നിന്റെ ചേച്ചി സ്നേഹിച്ച് കല്യാണം കഴിച്ച അവളുടെ ഭർത്താവ്. എന്താ പറഞ്ഞേ? കവിന്റെ അച്ഛൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നോ? എന്ത് ചെയ്ത്? അമ്മ തെളിച്ചു പറ. എടാ, നിന്റെ ചേച്ചി ഒരാളെ സ്നേഹിച്ച് വീട് വിട്ടിറങ്ങിപ്പോയി കല്യാണം കഴിച്ചില്ലേ? ആ പയ്യൻ വേറെ ആരുമല്ല, അത് ഈ വിക്രമ. അതുപോലെ അവർക്ക് 2 പേർക്കും പിറന്ന ഇരട്ട കുട്ടികളാ. ഒന്ന് നിലയും മറ്റൊന്ന് അവന്റെ കൂടെയുള്ള കവിനും. എന്താ പറയുന്നേ? കവിൻ നമ്മുടെ ചേച്ചിയുടെ മോനോ? അതേടാ. പെൺകുഞ്ഞ് മരിച്ചു എന്നാ നിന്റെ അളിയൻ വിചാരിച്ചിരിക്കുന്നത്. ആൺകുഞ്ഞ് മരിച്ചു എന്ന് നിന്റെ ചേച്ചിയും വിചാരിച്ചു. എന്നാ അത് 2 സത്യമല്ല. 2 കുഞ്ഞുങ്ങളും ജീവനോടെ ഉണ്ട്. അച്ഛന്റെ അടുത്ത് ഒരാളും അമ്മയുടെ അടുത്ത് ഒരാളുമായിട്ട് പിരിഞ്ഞു ജീവിക്കാം. വിക്രമും വിജി നേരിട്ട് കണ്ട എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. 2 പേരെ ഇരുത്തി എന്താ ഏതാന്നൊക്കെ സംസാരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ച അതിനുള്ള സാധ്യത ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ ഇവരെ 2 പേരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെച്ചൊരു പ്ലാൻ ഉണ്ടാക്കിയത്. എടാ, നീയെങ്കിലും അതിന് എന്നെ ഒന്ന് സഹായിക്കടാ. അമ്മ എന്ത് ഈ പറയുന്നേ?
ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഉണ്ടാവാൻ ഞാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കും അമ്മേ. പക്ഷേ അവര് തമ്മിൽ പിരിയാൻ കാര്യം എന്താ? ആഹാ, അതിന്റെ കാരണമൊന്നും എനിക്ക് അറിയില്ലടാ. അതൊന്നും അന്വേഷിക്കാനിട്ട് ഞാൻ പോകുന്നില്ല. അവരെന്ത് കാരണം കൊണ്ട് വേർപിരിഞ്ഞാലും അതിനെ പറ്റിയൊന്നും നമ്മൾ അന്വേഷിക്കാതെ അവരെ രണ്ടുപേരെയും നമ്മുടെ ജീവൻ കൊടുത്ത് നമുക്ക് ഒന്നിപ്പിക്കണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഉറപ്പായിട്ടും നമുക്ക് ഒന്നിപ്പിക്കാം. എന്നാ ഒന്ന്, യാതൊരു കാരണവശാലും നിന്റെ ചേച്ചി ഇത് അറിയില്ല എന്ന് എനിക്ക് സത്യം ചെയ്തു തരാം. സത്യമായിട്ട് പറയില്ലമ്മേ. ശിവ, ചേച്ചി ഞാൻ ബില്ല് പേ ചെയ്തു. ശരി ചേച്ചി. നീ അമ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ആ ഓക്കെ ചേച്ചി. ഞാൻ കടയിൽ നിന്ന് അങ്ങനെ വന്നതാ. കടയിൽ പോയിട്ട് ജോലിയൊക്കെ തീർത്തിട്ട് രാത്രി വന്നേക്കാം. ആ അത് മതി. നീലക്കുട്ടി, മുത്തശ്ശിയുടെ കൂടെ മിടുക്കിയായിട്ട് വീട്ടിലേക്ക് പോ. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ വന്നേക്കാം. ശരി അമ്മേ, നോക്കണേ. ശരി ചേച്ചി.